സേവന മികവിന്റെ പേരിൽ ഏറെ പ്രശസ്തമായ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിയൽ കാർഡ് പ്രതിസന്ധിയിൽ. നിർബന്ധമില്ലെന്ന് പോലീസ് കോടതിയിൽ സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത ഡ്രൈവർമാരെ പോലീസ് ഓട്ടത്തിന് അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. പോലീസും യൂണിയൻ നേതാക്കളും തമ്മിലുള്ള ഒത്തുകളിയാണ് തിരിച്ചറിയൽ കാർഡിന് പിന്നിലെന്നും ഡ്രൈവർമാർ ആരോപിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. നഗരത്തിൽ ഓട്ടം നടത്താൻ CC പെർമിറ്റും ലൈസൻസും ബാഡ്ജും മാത്രം പോരാ. സിറ്റി ട്രാഫിക് ഏർപ്പെടുത്തിയ തിരിച്ചറിയൽ കാർഡില്ലാത്ത ഡ്രൈവർമാരെ പോലീസ് ഓട്ടോ ഓടിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെ നിൽക്കണം. ഇപ്പോൾ ഇവിടെ വന്നു ഇവർ രാത്രി സൈൻ ചെയ്ത് തരത്തില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നാലും അവിടുന്ന് സീലും ചെയ്ത് തരത്തില്ല. അപ്പം അങ്ങനെ നിൽക്കണം. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ലൈസൻസും പേടിക്ക് പകരം ഞങ്ങൾ ഈ കാർഡ് കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഓട്ടാൻ പറ്റുമോ എന്നുള്ളതും കൂടി കമ്മീഷണർ വ്യക്തമാക്കി തന്നാൽ ഉപകാരമായിരുന്നു. ഞങ്ങൾ കയറ്റി തൂക്കിയിടാം. ID കാർഡ് ക്രമപ്രകാരമല്ല നൽകുന്നതെന്നാരോപിച്ച് RMT മുൻ ജില്ലാ സെക്രട്ടറി MP മുജീബുർ റഹ്മാൻ കോടതിയെ സമീപിച്ചിരുന്നു. തിരിച്ചറിയൽ കാർഡ് നിർബന്ധമില്ലെന്ന് കാണിച്ച് പോലീസ് സത്യവാങ്മൂലം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതേ പോലീസ് തന്നെയാണ് കാർഡിന്റെ പേരിൽ വീണ്ടും രംഗത്തെത്തിയത്. തിരിച്ചറിയൽ കാർഡ് തട്ടിപ്പാണെന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. ഇത് യൂണിയൻ മേധാവികൾ മെയിനായിട്ട് ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികളെ കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു കളിയാണ്. കാരണം ഇതിൻ്റെ 35 റുപ്യ ഇതിനും ആവുന്നുള്ളൂ, വെറും 35 റുപ്യ. അതിന് വരെ 100 ചില്ല റുപ്യാണ് യൂണിയൻ മേധാവികൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയതെന്നും കോടതി വിധിയെക്കുറിച്ച് അറിയില്ലെന്നുമാണ് ട്രാഫിക് പോലീസ് നിലപാട്. റിപ്പോർട്ടർ, കോഴിക്കോട്.